വാർത്തകൾ വിശദമായി. കാണാതായ മത്സ്യത്തൊഴിലാളികളെ കണ്ടെത്തുന്നതിലെ സർക്കാർ അനാസ്ഥയിൽ പ്രതിഷേധം ഇരമ്പുന്നു. തീരദേശ പോലീസ് സ്റ്റേഷന് മുന്നിൽ മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധം. അഞ്ചുതെങ്ങിൽ കാണാതായ ഷിജിന്റെ കുടുംബമാണ് പ്രതിഷേധിച്ചത്. സർക്കാർ വാക്കുപാലിച്ചില്ലെന്ന് ഷിജിന്റെ കുടുംബം. 8 ദിവസമായി ഇതുവരെയ്ക്കും എന്നെ സീൻചേട്ടൻ അവർ തിരിച്ചുകൊണ്ട് തന്നില്ല. ഞാൻ ഇവിടെ സംഭവിച്ച അന്ന് ഇവിടെ ഒരു ദിവസം മൊത്തം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ എൻ്റെ അടുത്ത് പറഞ്ഞ് ഭർത്താവിനെ തിരക്കി തരാമെന്ന് പറഞ്ഞ് വൈകുന്നേരമായിട്ട് ഒരു തെരച്ചിലും കണ്ടില്ല. വൈകുന്നേരം 5 മണിയായിട്ട് ഒരു തെരച്ചിലും കണ്ടില്ല. ഒരു ബോട്ട് ഇറങ്ങി 2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റി, എന്നിട്ട് പറഞ്ഞ് കടലടി ആയതുകൊണ്ട് അവർക്ക് പറ്റുന്നില്ല എന്ന്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും വീട്ടിൽ പറഞ്ഞു വിട്ടു. അപ്പോൾ ഇവർ എൻ്റെ അടുത്ത് പറഞ്ഞ് ഉറപ്പായിട്ടും കണ്ടുപിടിച്ച് തരാമെന്ന്. ഇന്ന് 8 ദിവസമായി ഇതുവരേക്ക് തിരക്കുന്നേ ഞാൻ കണ്ടില്ല. എൻ്റെ സീൻചേട്ടൻ അവിടെ എത്തിയതുമില്ല. അതുകൊണ്ടാണ് നേരെ റോട്ടിലോട്ട് ഇറങ്ങിയത്. മന്ത്രിമാരുൾപ്പെടെയുള്ളവരോട് നിങ്ങളുടെ പ്രശ്നങ്ങൾ, നിങ്ങളുടെ വിഷമം നേരത്തെ പറഞ്ഞതാണ്. ആ ഘട്ടത്തിൽ എന്താണ് അവരൊരു വാക്ക് പറഞ്ഞത്? അവരൊക്കെ പറഞ്ഞത് തിരക്കുന്നുണ്ട്, ഞങ്ങൾ കണ്ടെത്തി തരാം എന്ന് തന്നെയാണ് പറയണത്. അല്ലാതെ വാ കൊണ്ട് പറഞ്ഞാൽ മാത്രം പോരല്ലോ. വാ കൊണ്ട് പറഞ്ഞാൽ എല്ലാം നടക്കുമോ? പ്രവർത്തിക്കണ്ടേ? പ്രവർത്തനമല്ലേ വേണ്ടത്. അവിടെ പ്രവർത്തനമൊന്നും ഞാൻ കണ്ടില്ല. നൗഫൽ ചേരുന്നു. നൗഫൽ, രാവിലെ മുതൽ ആ കുടുംബവും അവരെ പിന്തുണച്ച് നാട്ടുകാരും പ്രതിഷേധവുമായി രംഗത്ത് വന്നതാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഷമ്മി, നമുക്കറിയാവുന്നതുപോലെ തന്നെയാണ് ഈ അഞ്ചുതെങ്ങിൽ കാണാതായ ഷിജിൻ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ്. ഇന്ന് വെള്ളിയാഴ്ച ഒരാഴ്ച പിന്നിടുമ്പോഴാണ് കുടുംബം വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നത്. പ്രത്യേകമായി ഇദ്ദേഹം പറഞ്ഞത് അവരുടെ മകൻ ഉൾപ്പെടെ, ഒരു ഹൃദ്രോഗിയായ മകനെ ഉൾപ്പെടെയാണ് ഈ റോഡിൽ, നമുക്ക് മുന്നിൽ കാണുന്ന ഈ റോഡിൽ കുത്തിയിരുന്നാണ് ഉച്ച മുതൽ പ്രതിഷേധം തുടർന്നത്. എന്നാൽ ഇപ്പോൾ ഈ കാണുന്ന തീരദേശ പോലീസ് സ്റ്റേഷൻ അഥവാ വർക്കല സബ് ഡിവിഷനിൽ കീഴിൽ വരുന്ന അഞ്ചുതെങ്ങ് തീരദേശ കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിലേക്കായിരുന്നു ഈ ഉപരോധം. ഈ റോഡ് ഉപരോധിച്ചുകൊണ്ട്, അതായത് നമുക്കിങ്ങോട്ട് വരാൻ തന്നെ വാഹനങ്ങൾ കടത്തിവിടാത്തവണ്ണം ഉപരോധിച്ചുകൊണ്ടായിരുന്നു അവരുടെ പ്രതിഷേധം തുടർന്നത്. എന്നാൽ ഇപ്പോൾ എന്തായാലും മന്ത്രി CP ജോൺ ഇങ്ങോട്ട് എത്തും എന്നറിയിച്ചിട്ടുണ്ട്. 5 മണിയോടുകൂടി എത്താമെന്ന ഉറപ്പിനുമേൽ ഇവിടെയുള്ള ഇടവക വികാരി ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തി ഇവരുമായി ചർച്ച നടത്തുകയും ആ ചർച്ചയുടെ ഭാഗമായി അപ്പോഴും അവർ ഇവിടെ നിന്ന് പിന്തിരിയാൻ വേണ്ടി തയ്യാറായിരുന്നില്ല എന്നുള്ളതായിരുന്നു വാസ്തവം. പിന്നെയും മണിക്കൂറുകൾ ഉച്ചയോട് കൂടി ആരംഭിച്ച ഈ പറയുന്ന ധർണ അല്ലെങ്കിൽ റോഡ് ഉപരോധം വൈകിട്ട് ഏതാണ്ട് ഒരു അരമണിക്കൂർ മുമ്പ് വരെയും തുടരുന്ന ഒരവസ്ഥ തന്നെയായിരുന്നു. പിന്നീട് ഈ പറയുന്ന ഇവിടുത്തെ ഇടവക വികാരിയും ബന്ധപ്പെട്ടവരുമായുള്ള ചർച്ചയുടെ ഭാഗമായി അപ്പോഴും അവർക്ക് പിന്തിരിയാൻ മനസ്സില്ലായിരുന്നു എന്നുള്ളത് തന്നെയായിരുന്നു യാഥാർത്ഥ്യം. അവർ പറഞ്ഞത് 5 മണിയോടുകൂടി മന്ത്രി CP ജോൺ ഇങ്ങോട്ടേക്ക് എത്തും. ആ ചർച്ചയും അത് തൃപ്തികരമല്ലെങ്കിൽ ഇതിനേക്കാൾ ഈ പറയുന്ന അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അഞ്ചുതെങ്ങ് ഈ പറയുന്ന പ്രദേശം ഉൾപ്പെടെയുള്ളവർ മുഴുവൻ ബഹുജനങ്ങളെയും അണിനിരത്തിക്കൊണ്ട് വലിയ പ്രതിഷേധം അല്ലെങ്കിൽ വലിയ പ്രതിഷേധത്തിലേക്ക് പോകും എന്നാണ് അവർ പറഞ്ഞത്. അതായത് 5 മണിക്ക് എന്തായാലും മന്ത്രി ഇങ്ങോട്ടേക്ക് എത്തും, ഇവരുമായി ഒരു ചർച്ച നടത്തുമെന്ന് അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. ആ പറയുന്ന ഇടവക വികാരി ഉൾപ്പെടെയുള്ളവർ അവരെ ഇവിടെ നിന്ന് സംയമനം നടത്തി ഇവിടെ നിന്ന് മാറ്റുകയാണ് ഉണ്ടായത്. അപ്പോഴും അവർ മാറാൻ തയ്യാറായിരുന്നില്ല. എങ്കിൽ പോലും ഈ പറയുന്ന ഇപ്പോൾ 4 മണിയായിട്ടുണ്ട്, 5 മണിയോടുകൂടി മന്ത്രി ഇങ്ങോട്ട് എത്തും എന്ന ഉറപ്പിന്മേൽ താൽക്കാലികമായി ഇവരിൽ നിന്ന് അവർ പിരിഞ്ഞു പോയിട്ടുണ്ട്. ആ ഉറപ്പ് ലഭിക്കുന്ന വാക്കുകൾ തൃപ്തികരമല്ലെങ്കിൽ കടുത്ത പ്രതിഷേധത്തിലേക്ക് പോകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ ഇവിടെ തിരുവനന്തപുരം സബ് കളക്ടർ OV ആൽഫ്രഡ് ഉൾപ്പെടെയുള്ളവർ ഇങ്ങോട്ടേക്ക് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. നമുക്കറിയാം വലിയ പോലീസ് സന്നാഹത്തിൽ തന്നെയാണ് ഈ പ്രദേശവും ഇങ്ങോട്ടുള്ളത്. നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ പോലും വാഹനങ്ങൾ കടത്തി വിടുന്നുണ്ടായിരുന്നില്ല. അത്രമേൽ ഈ പറയുന്ന റോഡ് മുഴുവൻ നേരത്തെ കണ്ടതുപോലെ ഉപരോധിച്ചുകൊണ്ടായിരുന്നു ഒരു സമരം ഉണ്ടായിരുന്നത്. ആ കുടുംബം അത്രയും വൈകാരികമായാണ് പ്രതികരിച്ചത്. ഹൃദ്രോഗിയായിട്ടുള്ള ഒരു മകൻ, അതുപോലെ തന്നെ നാട്ടുകാർ മുഴുവൻ, അവരുടെ കുടുംബം മുഴുവൻ ഈ റോഡ് മുഴുവനായിട്ട് നിറഞ്ഞിരുന്നു കൊണ്ടായിരുന്നു പ്രതിഷേധം. പക്ഷേ താൽക്കാലികമായി നടത്തിയ ചർച്ചയുടെ മേൽ 5 മണിക്ക് മന്ത്രി എത്തും. ആ ചർച്ചയ്ക്ക് കഴിഞ്ഞിട്ടായിരിക്കും ബാക്കിയുള്ള അവരുടെ നിലപാട് എന്താണെന്ന് അവർ എന്തായാലും അറിയിക്കുക. അത് തൃപ്തികരമല്ലെങ്കിൽ കടുത്ത പ്രതിഷേധത്തിലേക്ക് പോകുമെന്ന് കൂടി തന്നെയാണ് അവർ നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഷമി.